നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. തൃശൂർ DCC ഓഫീസിലെ കയ്യാങ്കളിയിൽ DCC അധ്യക്ഷൻ ജോസ് വള്ളൂർ ഉൾപ്പെടെ 20 പേർക്കെതിരെ കേസെടുത്തു. DCC സെക്രട്ടറി സജീവൻ കുര്യച്ചിറയുടെ പരാതിയിലാണ് കേസ്. ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. ലഹരി വസ്തുക്കൾക്കെതിരെ ജനകീയ പ്രതിരോധം സൃഷ്ടിക്കുമെന്ന് എക്സൈസ് തദ്ദേശ സ്വയംഭരണം വകുപ്പ് മന്ത്രി MP രാജേഷ്. എക്സൈസ് വകുപ്പിൽ വിവിധ ജില്ലകളിൽ നിയമനം ലഭിച്ച 135 സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും 9 വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും പാസിംഗ് ഔട്ട് പരേഡിൽ മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. ദേശീയപാത കൊരട്ടി സിഗ്നൽ ജംഗ്ഷനിൽ മേൽപ്പാല നിർമ്മാണത്തിന് മുന്നോടിയായി സമാന്തര പാതയുടെ നിർമ്മാണം തുടങ്ങി. പാലത്തിന്റെ നിർമ്മാണം തുടങ്ങുമ്പോൾ ദേശീയപാതയുടെ ഇരുദിശകളിലേക്കുള്ള ഗതാഗതം സുഗമമാക്കുന്നതിന് വേണ്ടിയാണ് 6.2 മീറ്റർ വീതിയിൽ സമാന്തര റോഡ് നിർമ്മിക്കുന്നത്. ലോക ദന്താരോഗ്യ ദിനാചരണത്തോടനുബന്ധിച്ച് മാനവികതയ്ക്ക് നൽകിയ സമർപ്പിതവും സുത്യർഹവുമായ സേവനത്തിന് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഏർപ്പെടുത്തിയ അവാർഡിന് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ ഡെന്റൽ സർജൻ ഡോക്ടർ സിബിയ ജോജി അർഹയായി. മദ്യലഹരിയിൽ നടുറോഡിൽ തമ്മിത്തല്ലി. ചാലക്കുടി ജംഗ്ഷനിൽ നഗരസഭാ ബസ് സ്റ്റാൻഡിന് മുന്നിലാണ് അയൽ സംസ്ഥാനക്കാരായ 3 പേർ തമ്മിലടിച്ചത്. കല്ലുകൊണ്ട് തലക്കടിക്കാൻ ശ്രമിച്ചയാളെ നാട്ടുകാർ തടഞ്ഞതിനാൽ വൻ ദുരന്തം ഒഴിവായി. വൈദ്യുതാഘാതമേറ്റ് കറവ പശുക്കൾ നഷ്ടപ്പെട്ട കർഷകന് മിൽമ സഹായധനം നൽകി. മാർച്ച് 3-ന് വൈദ്യുതി ആഘാതമേറ്റ് 4 കറവ പശുക്കൾ നഷ്ടപ്പെട്ട ആറാട്ടുപുഴ ക്ഷീരസംഘത്തിലെ കർഷകനായ VR തോമസിനാണ് 45,000 രൂപ സഹായധനം നൽകിയത്. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് ആദരം 2024 സംഘടിപ്പിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു. SSLC +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. കോതപ്പറമ്പിലെ ഗതാഗത നിയന്ത്രണത്തിലെ അശാസ്ത്രീയത ED ടൈസൺ MLA പരിശോധിച്ചു. ഗൈഡ് ലൈൻ ബോർഡുകൾ, കൂടുതൽ റിഫ്ലക്ട് ലൈറ്റുകൾ സ്ഥാപിക്കാനും ശാസ്ത്രീയമായി വാഹനങ്ങളെ നിയന്ത്രിച്ച് വിടുന്നതിനും വേണ്ട സംവിധാനങ്ങൾ അടിയന്തരമായി ഏർപ്പെടുത്താൻ MLA ഹൈവേ നിർമ്മാണ കമ്പനിക്ക് നിർദ്ദേശം നൽകി. SSLC പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ പ്രതിഭാസംഗമം ചാലക്കുടി കാർമൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കുടുക്കാടുശ്ശേരി വിശുദ്ധ മറിയം ത്രേസ്യ ധന്യൻ ജോസഫ് ഉദയത്തിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണുകാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.